സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഭഗവത്ഗീതയിലെ മഹത്തരവും വളരെ പ്രാധാന്യവുമുള്ള ഒരു ശ്ലോകമാണിത്. 18-ാം അധ്യായം 66-ാം ശ്ലോകം. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ധ്യാനയോഗം. ആദ്യം തത്വവിചാരം ശ്രദ്ധിക്കാം. തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ വ്യാഖ്യാനമാണ് ഭഗവത്ഗീത എന്ന് പണ്ഡിതമതം. തത്വമസി എന്നാൽ തത് ത്വം അസി, പരമാത്മാവും ജീവാത്മാവും ഒന്നാകുന്നു എന്നർത്ഥം. ഭഗവത്ഗീതയിലെ ആദ്യത്തെ 6 അധ്യായങ്ങൾ ത്വം എന്ന പദം സൂചിപ്പിക്കുന്ന ജീവാത്മാവിനെയും തുടർന്നുള്ള 6 അധ്യായങ്ങൾ തദ് എന്ന പദം സൂചിപ്പിക്കുന്ന പരമാത്മാവിനെയും അവസാനത്തെ 6 അധ്യായങ്ങൾ അസി എന്ന പദം സൂചിപ്പിക്കുന്ന ജീവാത്മാ പരമാത്മാ ഐക്യത്തെയും വിവരിക്കുന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. 6-ാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിൽ ഭഗവാൻ പറയുന്നു, സുശക്തവും നിയന്ത്രണാധീനവുമായ മനസ്സാണ് ധ്യാനാഭ്യാസത്തിന് പറ്റിയ ഉപകരണം. കർമ്മഫലത്തെ ആശ്രയിക്കാതെ ആരാണോ കർത്തവ്യകർമ്മം ചെയ്യുന്നത് അവൻ തന്നെ സന്യാസിയും യോഗിയും. അഗ്നിഹോത്രാദികളും മറ്റു ക്രിയകളും ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം സന്യാസിയും യോഗിയും ആവുകയില്ല. ആദ്യത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ ന ഹ്യസന്യസ്തസങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. അർജുന, ഏതിനെയാണോ സന്യാസം എന്ന് പറയുന്നത് അതുതന്നെ യോഗം എന്നറിയുക. എന്തെന്നാൽ സങ്കല്പങ്ങളെ ത്യജിക്കാതെ ആരും യോഗിയായി ഭവിക്കുന്നില്ല. എന്താണ് സങ്കല്പങ്ങൾ എന്നർത്ഥമാക്കുന്നത്? ചഞ്ചലമായ മനസ്സിൻ്റെ വ്യാപാര വിശേഷങ്ങളാണ് സങ്കല്പങ്ങൾ. സർവസങ്കല്പങ്ങളെയും സന്യസിക്കാതെ ആർക്കും യോഗിയാവാനായിട്ട് സാധിക്കയില്ല. ഞാൻ കർത്താവാണ് എന്ന തോന്നലിനെ അഥവാ അഹങ്കാരത്തെ വെടിയലാണ് സന്യാസം. ഫല ആകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യൽ യോഗവും. യോഗത്തിലൂടെ വേണം സന്യാസത്തിലെത്താൻ. സന്യാസഭാവമില്ലെങ്കിൽ യോഗം സാധിക്കുകയില്ല. സന്യാസത്തിൽ യോഗവും യോഗത്തിൽ സന്യാസവും അന്തർഭവിച്ചിരിക്കുന്നു. ഒരാൾ യോഗാരൂഢനാകുന്നത് എപ്പോൾ എന്ന് ഭഗവാൻ പറയുന്നു. ഇന്ദ്രിയ വിഷയങ്ങളിലും അവയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തികളിലും ഒട്ടും ആസക്തിയില്ലാതാവുമ്പോൾ സർവസങ്കല്പങ്ങളെയും ഉപേക്ഷിച്ച അയാൾ യോഗാരൂഢനായിത്തീരുന്നു. ഓരോ സാധകനും യോഗാവസ്ഥ കൈവരിച്ച് സംസാര ദുഃഖങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടണം. അവനവനെ അവനവൻ തന്നെ ഉദ്ധരിക്കണം എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. ഉദ്ധരേദാത്മനാത്മാനം ന ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ. യാതൊരു ആത്മാവിനാൽ തന്നെ ആത്മാവ് ജയിക്കപ്പെട്ടിരിക്കുന്നുവോ അവൻ്റെ ആത്മാവിനെ ആത്മാവ് ബന്ധുവാണ്. എന്നാൽ ആത്മാവിനെ ജയിക്കാത്തവനെ ആത്മാവ് തന്നെ ശത്രുഭാവത്തിൽ ശത്രുവിനെ പോലെ വർത്തിക്കുന്നു. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ
ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാവമാനയോ. മനസ്സിനെ ജയിച്ച് പ്രശാന്തനായവനെ ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും അപ്രകാരം തന്നെ മാന അവമാനങ്ങളിലും അന്തരാത്മാവ് സമഭാവത്തിൽ വർത്തിക്കുന്നു. മനസ്സിനെ ജയിച്ച് ശാന്തി അനുഭവിക്കുന്ന യോഗിക്ക് തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം എന്നിവയിലും അതുപോലെ മാനം, അവമാനം എന്നിവയിലും സമഭാവത്തിൽ വർത്തിക്കുന്ന അന്തരാത്മാവാണ് ഉണ്ടായിരിക്കുക. യോഗാരൂഢന്റെ ലക്ഷണം ഒന്നുകൂടി സ്പഷ്ടമാക്കുന്നു. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാനം കൊണ്ടും വിശിഷ്ടജ്ഞാനം കൊണ്ടും സംതൃപ്തനും ഇളക്കമില്ലാത്തവനും ഇന്ദ്രിയജയം നേടിയവനും മൺകട്ടയെയും കല്ലിനെയും സ്വർണത്തെയും തുല്യമായി കാണുന്നവനുമായ യോഗി യോഗാരൂഢൻ എന്ന് പറയപ്പെടുന്നു. ജ്ഞാനവിജ്ഞാന തൃപ്താത്മ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ശാസ്ത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിനെ ജ്ഞാനമെന്നും അതിനെ അടിസ്ഥാനമാക്കിയുള്ള മനനാദികൾ കൊണ്ട് അനുഭവപ്പെടുന്ന അറിവിനെ വിജ്ഞാനമെന്നും പറയും. ശാസ്ത്രപരിജ്ഞാനവും അനുഭവജ്ഞാനവും രണ്ടുമുള്ളവനത്രേ യോഗാരൂഢൻ. അറിയേണ്ടതറിഞ്ഞ് അനുഭവിക്കേണ്ടത് അനുഭവിച്ചു എന്ന സംതൃപ്തി അയാൾക്കുണ്ടാകുന്നു. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാഗീയത ചിത്താത്മാ നിരാശീരപരിഗ്രഹഃ. യോഗി വിജനസ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് അന്ധകരണങ്ങളെയും ബാഹ്യകരണങ്ങളെയും അടക്കി തനിക്ക് ഇന്നത് കിട്ടണമെന്ന് ആഗ്രഹിക്കാതെയും ഒന്നും തൻ്റേതെന്ന് കരുതാതെയും എല്ലായ്പ്പോഴും മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തണം. ധ്യാനാഭ്യാസത്തിലൂടെ മാത്രമേ ജീവന് ബ്രഹ്മാനുഭൂതി ലഭിക്കുകയുള്ളൂ. ധ്യാനം എങ്ങനെ അഭ്യസിക്കണം എന്ന് വിവരിക്കുന്നു. ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു വേണം ധ്യാനം അഭ്യസിക്കാൻ. മാനസികമായ ഏകാന്തതയാണ് ആവശ്യം. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുന്ന സാധകന് ശരിയായ മനഃശാന്തി കിട്ടണമെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ അയാൾ ആത്മനിയന്ത്രണം പാലിക്കുന്നുണ്ടാകണം. ഇങ്ങനെ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും ചിത്തവൃത്തികളെയും നിയന്ത്രിച്ച് ആത്മധ്യാനത്തിൽ മുഴുകുന്ന യോഗി പരമപദത്തിൽ എത്തിച്ചേരുന്നു. അടുത്തതായി ധ്യാന പരിശീലനത്തിന് ഉപയോഗിക്കേണ്ട സ്ഥലം, ആസനം ഇവയെ വിവരിക്കുന്നു. ശുചിയായ സ്ഥലത്ത് വളരെ ഉയരത്തിലോ തീരെ താഴ്ന്നിട്ടോ അല്ലാത്ത അടിയിൽ ദർഭപ്പുല്ല്, അതിന്മീതെ മാൻതോൽ, അതിനുമീതെ വസ്ത്രം ഇവ വിരിച്ച് തനിക്ക് വേണ്ടി ഇളക്കമില്ലാത്ത ഒരാസനത്തിൽ ഇരുന്നിട്ട് വേണം ധ്യാനിക്കാൻ. ശരീരം, തല, കഴുത്ത് എന്നിവ സമനിലയിൽ ഇളകാതെ നിർത്തിക്കൊണ്ട് നിശ്ചലനായി തൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് നോട്ടം പതിപ്പിച്ചും ചുറ്റുപാട് നോക്കാതെയും ശാന്തചിത്തനും നിർഭയനുമായി ബ്രഹ്മചര്യാനിഷ്ഠയോടുകൂടി മനസ്സിനെ സംയമനം ചെയ്തിട്ട് ചിത്തത്തെ ഭഗവാനിൽ ഉറപ്പിച്ച് ഭഗവാനെ തന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് യോഗയുക്തനായി ഇരിക്കണം. യോഗി ധ്യാനിക്കേണ്ട രീതി ഇവിടെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു. മൂക്കിൻ്റെ തുമ്പത്ത് നോക്കണമെന്നല്ല, മൂക്കിൻ്റെ തുമ്പത്തേക്ക് നോക്കുന്നത് പോലെ നിർത്തണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ശങ്കരഭാഷ്യം. ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണുള്ളത്? 15-ാമത്തെ ശ്ലോകം നോക്കാം. യുഞ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണ പരമാം മത്സംസ്ഥാമധിഗച്ഛതി. മനസ്സിനെ അടക്കിയ യോഗി എപ്പോഴും ഇപ്രകാരം മനസ്സിനെ ആത്മാവിൽ യോജിപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്ന മോക്ഷപരമായ ശാന്തിയെ പ്രാപിക്കുന്നു. ഇനി യോഗിയുടെ ആഹാരക്രമം എന്താണെന്ന് നോക്കാം. അമിതമായി ഭക്ഷിക്കുന്നവന് തീർച്ചയായും യോഗാനുഭൂതി ഉണ്ടാവുന്നില്ല. ഒട്ടും ഭക്ഷിക്കാത്തവനുമില്ല. അധികം ഉറങ്ങുന്നവനും
എപ്പോഴും ഉറക്കമൊഴിച്ചുകൊണ്ടിരിക്കുന്നവനും യോഗാനുഭൂതി ഉണ്ടാവില്ല തന്നെ. എങ്ങനെയുള്ളവനാണ് യോഗം സിദ്ധിക്കുമെന്ന് പറയുന്നത്? മിതമായി ആഹാരം കഴിക്കുകയും വിനോദങ്ങളിൽ ഏർപ്പെടുകയും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കവിഞ്ഞ് ശക്തിവ്യയം ചെയ്യാതിരിക്കുന്നവനും മിതമായ ഉറക്കവും ഉണർവുമുള്ളവനും യോഗാഭ്യാസം ദുഃഖനാശകമായി തീരുന്നു. അയാൾ യോഗയുക്തനാവുന്നത് എപ്പോഴാണ്? വേണ്ടുവണ്ണം നിയന്ത്രിക്കപ്പെട്ട ചിത്തം സർവകാമനകളിൽ നിന്നും നിർമുക്തമായി ആത്മസ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ അയാളെ യോഗയുക്തൻ എന്ന് പറയുന്നു. യോഗാരൂഢൻ്റെ ശരിയായ നിർവചനമാണിതെന്ന് പറയാം. യോഗയുക്തൻ്റെ മനസ്സ് എങ്ങനെയിരിക്കും? കാറ്റില്ലാത്തിടത്ത് വെച്ച വിളക്ക് എങ്ങനെയോ അതുപോലെ അന്തരാത്മാവിൽ മനസ്സിനെ ഏകാഗ്രമാക്കിയ യോഗി നിശ്ചലനായി നിലകൊള്ളുന്നു. അടുത്തതായി യോഗലക്ഷണങ്ങൾ വിവരിക്കുന്നു. യോഗപരിശീലനം കൊണ്ടടങ്ങിയ ചിത്തം ഏതവസ്ഥയിൽ പ്രശാന്തമാവുന്നുവോ, ഏതവസ്ഥയിൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ ദർശിച്ച് ആത്മാവിൽ തന്നെ സന്തുഷ്ടി അടയുന്നുവോ, ഇന്ദ്രിയഗോചരമല്ലാത്തതും വിശുദ്ധ ബുദ്ധി കൊണ്ട് മാത്രം അനുഭവിക്കാവുന്നതുമായ യാതൊരു പരമാനന്ദത്തെ അറിയുന്നുവോ, ഏതവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന യോഗി തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ലയോ, ഏതൊന്ന് ലഭിച്ചാൽ അതിലുപരി മറ്റൊരു ലാഭത്തെക്കുറിച്ച് ആലോചിക്കാനേയില്ല എന്ന അവസ്ഥയിലിരുന്നിട്ട് കഠിന ദുഃഖത്താൽ പോലും പതറിപ്പോകുന്നില്ലയോ, ദുഃഖസംബന്ധത്തിൽ നിന്ന് വേറിട്ട അതിനെ യോഗം എന്ന് മനസ്സിലാക്കുക. ഈ യോഗിയുടെ നില എങ്ങനെയായിരിക്കും? ചിത്തത്തെ ആത്മാവിൽ ഉറപ്പിച്ച യോഗി സർവം ബ്രഹ്മമയം എന്നറിഞ്ഞ് ആത്മാവിനെ സർവചരാചരങ്ങളിലും സർവചരാചരങ്ങളെയും ആത്മാവിലും കാണുന്നു. അർജുന, ആരാണോ മറ്റുള്ളവരെയെല്ലാം തൻ്റെ തന്നെ പ്രതിരൂപങ്ങളായി കണ്ട് അവരുടെ സുഖവും ദുഃഖവുമെല്ലാം തൻ്റേതെന്ന പോലെ കണക്കാക്കുന്നത്, അവനത്രേ യോഗികളിൽ വെച്ച് ഉത്തമൻ. അപ്പോൾ അർജുനൻ ഒരു സംശയം ചോദിക്കുന്നു. മനസ്സ് സ്വതേ ചഞ്ചലവും ഇന്ദ്രിയങ്ങളെ ക്ഷോഭിപ്പിക്കുന്നത് ബലവത്തും വിഷയങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്നതുമാണല്ലോ കൃഷ്ണ. മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് പോലെ വളരെ ദുഷ്കരമല്ലേ? ഭഗവാൻ മറുപടി പറയുന്നു, മനസ്സിനെ അടക്കാൻ എളുപ്പമല്ല. ചലിച്ചുകൊണ്ടിരിക്കുക എന്നത് അതിൻ്റെ സ്വഭാവവുമാണ്, സംശയമില്ല. എങ്കിലും അർജുന, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സിനെ നിരോധിക്കാനായിട്ട് സാധിക്കും. ഇതര സാധനകളെ അപേക്ഷിച്ച് ധ്യാനയോഗം ശ്രേഷ്ഠതരമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? തീവ്രമായി പ്രയത്നിക്കുന്ന ധ്യാനയോഗി വാസനകളകന്ന് ശുദ്ധ അന്ധഃകരണനായി കഴിഞ്ഞുപോയ എത്രയോ ജന്മങ്ങളിലൂടെ ക്രമത്തിൽ ഉയർന്നുയർന്ന് യോഗസിദ്ധി നേടി പരമഗതി പ്രാപിക്കുന്നു. അവസാനത്തെ 2 ശ്ലോകങ്ങൾ ശ്രദ്ധിക്കാം. തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാദ് യോഗി ഭവാർജുന. ധ്യാനയോഗി വെറും തപസ്വികളെക്കാൾ ശ്രേഷ്ഠനാണ്, ശാസ്ത്ര പണ്ഡിതന്മാരെക്കാളും ശ്രേഷ്ഠനാണ്, കർമ്മികളെക്കാളും ഈ യോഗിയാണ് ശ്രേഷ്ഠൻ. അതുകൊണ്ട് അർജുന, നീ ധ്യാനയോഗിയായി ഭവിച്ചാലും ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങളിൽ ധ്യാനയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. തപസ്സും സ്വാധ്യായവും ഉപാസനയുമെല്ലാം ധ്യാനത്തിന് സഹായകങ്ങൾ ആണെന്നല്ലാതെ അതിന് തുല്യമല്ല. ധ്യാനയോഗിയാണ് പരമാത്മാവിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അർജുന, നീ ധ്യാനയോഗിയാവുക എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. യോഗ പരിശീലനം തന്നെ പലരും പലതിനും വേണ്ടി ചെയ്യാറുണ്ട്. അവയിൽ വെച്ച് പരമോത്കൃഷ്ട യോഗി ആരാണെന്ന് ഭഗവാൻ വെളിപ്പെടുത്തുന്നു. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേയുക്തതമോ മതഃ. ഭഗവാൻ പറയുന്നു,
ശ്രദ്ധാപൂർവം എന്നിൽ ചിത്തമുറപ്പിച്ച് ആരെന്നെ ഭജിക്കുന്നുവോ അവൻ എല്ലാ യോഗികളിലും വെച്ച് ഉത്തമ യോഗിയാകുന്നു. ആത്മസാക്ഷാത്കാരമാകുന്ന ലക്ഷ്യത്തിലേക്കുള്ള നീണ്ട പാതയിൽ തപസ്, സ്വാധ്യായം, ഉപാസന തുടങ്ങി പല ഘട്ടങ്ങളും കടന്നാണ് സാധകൻ ഉത്തമ സാധനയായ ധ്യാനത്തിലെത്തുന്നത്. മനസ്സും ബുദ്ധിയും പരമാത്മാവിൽ ഉറപ്പിച്ച് ശ്രദ്ധാപൂർവം പരമാത്മഭജനം ചെയ്യുന്നവനാണ് ധ്യാനയോഗിയിൽ വെച്ച് ഉത്തമൻ. അതിവിപുലമായ ആശയങ്ങളടങ്ങിയ മന്ത്രം പോലുള്ള ഈ ശ്ലോകത്തിൽ യോഗശാസ്ത്രമാകെ ക്രോഡീകരിച്ചിരിക്കുന്നു എന്ന് പറയാം. മനസ്സിനെ പരമാത്മാവിൽ ഏകാഗ്രമാക്കി നിർത്തുക എന്നത് ധ്യാനത്തിൻ്റെ പ്രാരംഭം മാത്രമാണ്. അതുമാത്രം പോരാ, അന്ധഃകരണം പൂർണ്ണമായും പരമാത്മാവിൽ വിലയിപ്പിച്ച് ആത്മാനുഭൂതി കൈവരിക്കണം. അതാണ് ധ്യാനത്തിൻ്റെ പരിസമാപ്തി. ശ്രദ്ധാപൂർവം ആത്മാവിനെ ഭജിക്കുന്നവർക്ക് ഇതിൽ വിജയിക്കാനാകൂ എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ ഈ വാക്കുകൾ എപ്പോഴും നമുക്ക് മാർഗദർശനം നൽകട്ടെ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത ഷഷ്ടോധ്യായഃ ധ്യാനയോഗഃ. ശ്രീഭഗവാനുവാച അനാശ്രിതകർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്ന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ യം സന്ന്യാസമിതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ ന ഹ്യസന്ന്യസ്തസങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃകാരണമുച്യതേ. യദാ ഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്ന്യാസി യോഗാരൂഢസ്തദോച്യതേ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ. ബന്ധുരാത്മാത്മനഃ യേനാത്മൈവാത്മനാ ജിതഃ. അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവദ്. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ. ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാവമാനയോഃ. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ. യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. സുഹൃത് മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യബന്ധുഷു. സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ. ഏകാഗീയത ചിത്താത്മാ നിരാശീരപരിഗ്രഹഃ. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ. നാത്യുച്ഛ്രിതം നാതിനീചം ചൈലാജിനകുശോത്തരം. തത്രൈകാഗ്രം മനഃ കൃത്വാ യദചിത്തേന്ദ്രിയക്രിയഃ. ഉപവിശ്യാസനേ യുഞ്ജാത് യോഗമാത്മവിശുദ്ധയേ. സമം കായശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ. സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം
ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഃ ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മच्चित्तो യുക്ത ആസീത മത്പരഃ യുഞ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണപരമാം മത്സംസ്ഥാമധിഗച്ഛതി നാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തമനശ്നതഃ ന ചാദിസ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യഃ യുക്ത ഇത്യുച്യതേ തദാ യഥാ ദീപോ നിവാതസ്ഥോ നെംഗതേ സോപമാ സ്മൃതാ യോഗിനോ യദചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ യത്രോ പരമദേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്ത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ തം വിദ്യാ ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണചേതസാ സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈഃ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത് യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത് പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം യുഞ്ജന്നേവം സദാത്മാനം യോഗീ വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സ യോഗീ മയി വർത്തതേ ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യദി വാ ദുഃഖം സ യോഗീ പരമോ മതഃ
अर्जुन उवाच योऽयं योगस्त्वया प्रोक्तः साम्येन मधुसूदन एतस्याहं न पश्यामि चञ्चलत्वात् स्थितिं स्थिरां चञ्चलं हि मनः कृष्ण प्रमाथिबलवदृढं तस्याहं निग्रहं मन्ये वायोरिव सुदुष्करम्। श्रीभगवानुवाच असंशयं महाबाहो मनो दुर्निग्रहं चलम् अभ्यासेन तु कौन्तेय वैराग्येण च गृह्यते। असंयतात्मना योगः दुष्प्राप इति मे मतिः वश्यात्मना तु यददा शक्यो वाप्तुमुपायतः। अर्जुन उवाच अयदि श्रद्धयोपेदो योगाचलितमानसः अप्राप्य योगसंसिद्धिं कां गतिं कृष्ण गच्छति। कच्चिन्नो भयविभ्रष्टः छिन्नाभ्रमिव नश्यति अप्रदिष्टो महाबाहो विमूढो ब्रह्मणः पदि। एतन्मे संशयं कृष्ण छेत्तुमर्हस्य शेषतः त्वदन्यसंशयस्यास्य चेत्ता न ह्युपपद्यते। श्रीभगवानुवाच पार्थ नैवेह नामुत्र विनाशस्तस्य विद्यते न हि कल्याणकृत् कश्चित् दुर्गतिं तादगच्छति। प्राप्य पुण्यकृतां लोकान् उषित्वा शाश्वती समाका शुचीनां श्रीमदां गेहे योगभ्रष्टोऽभिजायते अथवा योगिनामेव कुले भवति धीमताम् एतद्धि दुर्लभतरं लोके जन्म यदीदृशम्। तत्र तं बुद्धिसंयोगं लभते पौर्वदेहिकं यददे च ततो भूयः संसिद्धौ कुरु नन्दन। पूर्वाभ्यासेन तेनैव ह्रियते ह्यवशोऽपि सः जिज्ञासुरभियोगस्य शब्दब्रह्मादिवर्तते प्रयत्नाद्यतमानस्तु योगी संशुद्धकिल्बिषः अनेकजन्मसंसिद्धः ततो याति पराङ्गतिम्। तपस्विभ्योऽधिको योगी ज्ञानिभ्योऽपि मतोऽधिकः कर्मिभ्यश्चाधिको योगी तस्माद् योगी भवार्जुन। योगिनामपि सर्वेषां मद्गतेनान्तरात्मना श्रद्धावान् भजते यो मां समे युक्ततमो मतः। ॐ तत्सद्। इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे ध्यानयोगो नाम 6. अध्यायः।